നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ലച്ചു എന്നെ ക്ഷേത്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയാ വിവാഹത്തിന് സമ്മതം പറഞ്ഞത്. ഞാൻ ആ വിവരം അപ്പൊ തന്നെ എന്റെ അമ്മയെ വിളിച്ചു പറഞ്ഞു. ലച്ചു അമ്മയോട് സംസാരിച്ചു. കേട്ടപാടെ വിവാഹം ഉറപ്പിക്കാൻ അമ്മയും മുത്തശ്ശനും മംഗലശ്ശേരിയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. വിവാഹ ജീവിതം തന്നെ വേണ്ടെന്ന് കരുതിയത് ചേച്ചിയുടെ ഭർത്താവ് എന്റെ മനസ്സിലുണ്ടെന്ന് ചിന്തിച്ചിട്ടൊന്നുമല്ല. ദൈവസാക്ഷിയായി ഞാൻ സത്യം ചെയ്ത് പറയാം, എന്തെങ്കിലും ഒരു ജോലി കിട്ടണമെന്ന ഒരൊറ്റ ആഗ്രഹമേ എന്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ആദ്യമായി ഈ സിറ്റിയിൽ വന്ന ശേഷം ഞാൻ അലഞ്ഞത് മുഴുവനും ഒരു ജോലിക്ക് വേണ്ടിയായിരുന്നു. ചേച്ചിക്കൊപ്പം വന്നപ്പോഴും അതന്നെയല്ലേ ഞാൻ ചോദിച്ചേ. ഡോക്ടറിനെ പരിചയപ്പെട്ടപ്പോഴും എന്റെ ആഗ്രഹമായി പറഞ്ഞത് അത് മാത്രമായിരുന്നു. മറ്റൊരു ചിന്തയും എന്റെ മനസ്സിലില്ല. ചേച്ചി ഇതൊന്നും മനസ്സിലാക്കണം. ഇപ്പൊ ചേച്ചി ആവശ്യപ്പെട്ട പ്രകാരം ഞാൻ വിവാഹത്തിന് സമ്മതം പറഞ്ഞിരിക്കാം. ഡോക്ടറിനെ പോലൊരു മനുഷ്യന്റെ കുടുംബത്തിൽ ചെന്ന് കയറാൻ ഒരു യോഗ്യതയും എനിക്കില്ല. അതിന്റെ കുറ്റബോധം എനിക്കുണ്ട്. എങ്കിലും ചേച്ചി പറഞ്ഞത് ഞാൻ അനുസരിക്കാം. ഇനി ചേച്ചി മംഗലശ്ശേരിയിലേക്ക് വന്നേ പറ്റൂ. നീ ഇത് അവളോട് ആവശ്യപ്പെട്ടിട്ടാ ഇവള് ഗോവിന്ദിന് പ്രതീക്ഷ നൽകിയിരിക്കുന്നത്. ഇനി നിനക്ക് ഇതിൽ നിന്ന് പിന്നോട്ട് പോകാനാവില്ല ശ്രീകുട്ടി. ഗോവിന്ദിന്റെ വീട്ടുകാരും കല്യാണത്തിന് തയ്യാറായി കഴിഞ്ഞു. ഇവള് കല്യാണം കഴിച്ചു പോകുമ്പോഴേ നമ്മുടെ പ്രശ്നം തീരുവല്ലോ. ഇവള് കല്യാണം കഴിച്ചതുകൊണ്ട് എന്റെ പ്രശ്നം എങ്ങനെ തീരാനാ? അപ്പൊ ചേച്ചി എന്നോട് പറഞ്ഞതോ? നീ ചെയ്തതേ ഞാനും നിന്നോട് ചെയ്തിട്ടുള്ളൂ. വിശ്വാസവഞ്ചന. അതിവിടെ ആർക്കും പുതിയ കാര്യമൊന്നുമല്ലല്ലോ. ഇത്രയൊക്കെ ഞാനും ചെയ്യണ്ടേ? സ്വാതി, നിക്ക്. കുഞ്ഞ് നിന്റെ ഉദരത്തിൽ തന്നെയാണ് വളരുന്നെന്നുള്ളത് ശരി തന്നെയാ. പക്ഷേ ആ കുഞ്ഞിന്റെ അച്ഛനായി എനിക്കും അതിൽ അവകാശമുണ്ട്. ഏതൊരു കുഞ്ഞിന്റെ അവകാശി അമ്മയാ, അമ്മ മാത്രം. ഒന്ന് നിർത്തുന്നുണ്ടോ? ഇനി നീ ശബ്ദിച്ചു പോകരുത്. ഞാൻ ഒരു അച്ഛനാ. നിന്റെ കുഞ്ഞിന്റെ അച്ഛനെ തള്ളി പറയാൻ എന്റെ മോള് വളർന്നെങ്കിൽ നിന്റെ അച്ഛനായി എന്നെ നീ തള്ളി പറഞ്ഞേക്കണം. മത്സരിക്കാനും വാശി പിടിക്കാനുമുള്ള കാലമൊക്കെ കഴിഞ്ഞെന്നുള്ള വിവരം എന്റെ മോൾ ഇനിയും അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. ഇപ്പൊ നീ മാത്രമല്ലെന്ന് ഇത് ഞാൻ നിന്നോട് പലവട്ടം ഓർമ്മപ്പെടുത്തിയതാ. വ്യത്യസ്ത സ്വഭാവക്കാർ ഒന്നിച്ച് ജീവിച്ചു തുടങ്ങുമ്പോൾ ആദ്യകാലമൊക്കെ സ്വരച്ചേർച്ച ഉണ്ടാകും. പിന്നീട് പരസ്പരം സഹിക്കാൻ കഴിയാതെ വരും. ആ സമയം അവരെ ഒന്നിച്ചു കൊണ്ടുപോകുന്നത് കുടുംബമാണ്, കുഞ്ഞുങ്ങളുമാണ്. അല്ലായിരുന്നെങ്കിൽ ഇവിടെ ഫാമിലി കോർട്ടുകളുടെ എണ്ണം കൂടിയനെ. അവൾ അത്ര പെട്ടെന്ന് വരുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ ചെല്ല. മോള് ഗോവിന്ദന് കൊടുത്ത വാക്ക് ഒരിക്കലും മാറ്റി പറയരുത്. ചേച്ചി വരാതെ ഞാനിവിടുന്ന് പോവില്ല. നിങ്ങൾ പൊയ്ക്കോ. ആ
തിരുവേന ഇരിക്കൂ. വരൂ, ഇരിക്കൂ. ഇരിക്കെ. നമസ്കാരം. വീണ്ടും നല്ലൊരു കാര്യവുമായി വരേണ്ടി വന്നു. സ്വാതി എവിടെ? അവളെ ഒന്ന് കാണാൻ ആഗ്രഹമുണ്ട്. മോളിപ്പം വന്ന് കയറിയതേ ഉള്ളൂ. റൂമിലേക്ക് പോയിരിക്കുക. ഓ, ബെഡ് റെസ്റ്റ് ഒക്കെ വേണ്ടി വരുന്ന സമയല്ലേ? കേട്ടോ സഞ്ജു, അവളുടെ മനസ്സ് എപ്പോഴും സന്തോഷത്തോടെ കൊണ്ടുപോകണം. ശ്രീകുട്ടി വരുന്നുണ്ട്. മമ്മളെ തിരുമേനി. നന്നായി വരട്ടെ. മോളവിടെ ഇരിക്കേ. ഇരിക്കേ. നിന്നെ ഇങ്ങനെ കണ്ടപ്പോ എനിക്ക് സന്തോഷമായി മോളെ. ഒടുവിൽ നീ എന്റെ മനയിലേക്ക് വന്നത് ഓർമ്മയുണ്ടോ? ഇടത്തും വലത്തും നിന്നെ ജീവനെപ്പോലെ സ്നേഹിക്കുന്ന രണ്ടുപേർ, പിന്നിൽ നെഞ്ചുപൊട്ടിയ അച്ഛനും അമ്മയും. എനിക്കത് മറക്കാൻ കഴിയില്ല തിരുമേനി. കാലുകൾ നിലത്തുകുത്തി ഒന്ന് നിൽക്കാനുള്ള പ്രാർത്ഥന മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അതേ മോളെ, രോഗം നമ്മുടെ മത്സരബുദ്ധി കെടുത്തിക്കളയും. ആരോഗ്യം നമ്മളെ മത്സരബുദ്ധിയിലേക്ക് കൊണ്ടുവരും. പിടിവാശി അഹങ്കാരിയുമാവും. മോളൊരു വീഴ്ചയിൽ നിന്ന് കരകയറി വന്നതാ. വേദന തോന്നിയാലും കൂടെയുള്ളവരെ വെറുക്കാതെയും വേദനിപ്പിക്കാതെയും കൊണ്ടുപോകണം. തിരുമേനി എന്ത് മനസ്സിൽ വെച്ചാ പറയുന്നെന്ന് എനിക്ക് മനസ്സിലായി. ഇനി എന്നിൽ നിന്ന് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. നന്നായി വരും. വാ മോളെ, കൊടുക്ക. തിരുമേനിക്ക് കൊടുക്കും. തിരുമേനിക്ക് കൊടുക്ക. വേണ്ട, പഠിപ്പിച്ചേക്കാം. നിങ്ങളെന്നും കൂടപ്പിറപ്പുകളായി തന്നെ ജീവിക്കണം മക്കളെ. അങ്ങനെയുള്ള തിരുമേനി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.